ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. എങ്ങോട്ടാടാ പോണ്ടേ? ആദ്യം നീ പോ, വേഗം ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ. നിന്നോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞ? നീ എന്തേ തേടുന്നേ? അയ്യോ, ആരെങ്കിലും ഇപ്പൊ വന്ന. എടാ പക്രു, അയ്യോ കയറെടുക്കുന്ന എന്തിനാ? അമ്മാവാ, അമ്മായി. അയ്യോ, സ്വപ്നായിരുന്നു. അമ്മേ, എന്റെ നടു. ദൈവമേ കാത്തോളെ. അവൻ എന്തെടുക്കുമായിരിക്കും? ആ കള്ളൻ അവിടെ തന്നെ ഉണ്ടാ. അയ്യോ, ഈശ്വര, അവൻ ഉറങ്ങാ. അപ്പൊ പ്രശ്നമൊന്നുമില്ല. അല്ല, ഇത്ര വൃത്തിയായിട്ട് സ്വപ്നം കാണാൻ കാരണം എന്താ? ഞാൻ സാധാരണ സ്വപ്നമൊന്നും കാണാറില്ലല്ലോ. അയ്യോ, ഇനി ഇതെങ്ങാനും നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ സൂചന ആയിരിക്കും. പോകൂ ദുന്ദുബി, പോകൂ. അവനുള്ളിടത്തേക്ക് തന്നെ ചെല്ലൂ. അവനെ സഹായിച്ചവരെ എല്ലാം ഉപദ്രവിക്കൂ. അവരുടെ രക്തവും മജ്ജയും മാംസവും കൊണ്ട് നീ വിളയാടൂ. അതൊക്കെ കാണിച്ച് അവന്റെ മനസ്സിൽ ഭീതി പടർത്തിയിട്ട് തിരിച്ചു വരൂ. എന്താ ചെയ്യാ? മരണമുണ്ടാകും, ഘോര മരണമുണ്ടാകും. തൃശൂൽ ആരെയാണോ തേടിപ്പോയത്, അവൻ ആരുടെ ആശ്രയത്തിലാണോ, അവർക്ക് ഘോര മരണമുണ്ടാകും. നമ്മൾ പറഞ്ഞയച്ച ദുന്ദുബി അവരുടെ മേൽ പ്രഹരമുണ്ടാക്കുന്നതാണ്. അത് താങ്ങുവാനുള്ള ശക്തി അവർക്കൊരിക്കലും ഉണ്ടാകില്ല. ഇവനാണെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം. എന്താ ചെയ്യാ? അവനവിടെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. എന്നിട്ടെന്താ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട? ഹോമം ഫലം കണ്ടാൽ, ഈ ഹോമം ഫലം കണ്ടാൽ നാളെ സൂര്യോദയത്തിന് മുൻപ് തന്നെ തൃശൂൽ ഇവിടെ ഉണ്ടാകും. തോറ്റു വന്നിരിക്കുന്നു ദുന്ദുബി, ഇതാ തോറ്റു വന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു കൃഷ്ണേ? നമ്മുടേതിനേക്കാൾ ബലവത്തായ ഏതോ ഒരു ശക്തി അവന് കവചമായി നിൽക്കുന്നുണ്ടാവുമോ? അമ്മായി, ചേച്ചി, കുഞ്ഞളിയ, ഇവിടെ ആരും ഇല്ലേ? എല്ലാരും വേഗം വാ. മധുമതി,
നീയും വാ, നിന്റെ ഭർത്താവിനെ വിളിച്ചോ. വേഗം വരാൻ പറ. വാ 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 വാ. എന്താ ഗോവിന്ദ, നീ എന്തിനെ ഒച്ചയെടുക്കുന്നേ? ചേച്ചി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്താ പറഞ്ഞിട്ട് പോയെ? തൃശ്ശൂർ എവിടെയുണ്ടെന്ന് അറിയാതെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നും പറഞ്ഞല്ലേ പോയത്. അവനിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എവിടെയുണ്ട് അവൻ? ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയില്ല. എന്നാൽ അവൻ അവസാനം ഈ നാട്ടിൽ ആരുടെ കൂടെ ആയിരുന്നെന്നും എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു. ആരായിരുന്നു അവന്റെ കൂടെ? ആരുടെ കൂടെ അവൻ പോയത്? എങ്ങോട്ടാന്ന്? അത് ആ നാടകക്കാരുണ്ടല്ലോ, അവരോട് എന്തോ സംസാരിച്ചുകൊണ്ട് ആ കടവിലുണ്ടായിരുന്നത്രേ. പിന്നെ ആ നാടകത്തിലെ ഹീറോയിനില്ലേ, അവളുടെ പുറകെ ഒരു നായെ പോലെ മണപ്പിച്ച് നടക്കുന്ന കണ്ടവരുണ്ട്. അത് മാത്രമല്ല, അവനെ പറ്റി ആളുകൾ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂടെ തന്നെ പോയിന്നും പറയുന്ന കേട്ടു. ഗോവിന്ദ, നമ്മുടെ തൃശ്ശൂര് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ചെക്കനല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചാ വന്നത്. പക്ഷേ കണ്ണി കണ്ടവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ഭാര്യ നഷ്ടപ്പെട്ടതിന് ശേഷം ആരെ കണ്ടാലും ശിവാനിയും ശിവാനിയും പറഞ്ഞ് നടക്കായിരുന്നു. എങ്ങോട്ട് പോയോ, ആരുടെ കൂടെ പോയോ? ആ നാടകക്കാര് ഏത് നാട്ടിലേക്ക് പോയെന്ന് അന്വേഷിച്ചായിരുന്നോ? കുഞ്ഞലിയ, അവരിന്ന് ഇവിടെ ആയിരിക്കും, നാളെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അടുത്ത ദിവസം മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് അഡ്രസ് ഒന്നും ഉണ്ടാവില്ലെന്നേ. നമ്മളെ നാടകത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടർ ഇവിടെ വന്നില്ലേ? ആ നാടകക്കാരാണ്. അതെവിടെയുള്ള ടീമാണെന്ന് അന്വേഷിച്ചോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ അഡ്രസ്സേ ഞാൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചാ മതിയായിരുന്നു. അതല്ലടാ, ഇപ്പൊ നീ അങ്ങോട്ട് പോയില്ലേ? അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും നിനക്ക് അവരുടെ ഫോൺ നമ്പറോ അഡ്രസ് എന്തെങ്കിലും വാങ്ങിക്കായിരുന്നില്ലേ? അയ്യോ ദൈവമേ, ഞാൻ ആ കാര്യം ഒഴികെ ബാക്കിയെല്ലാം ചോദിച്ചു. എപ്പോഴും നീ ഇങ്ങനെ തന്നെയാ, വേണ്ടത് ചെയ്യാതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. സർ, ഇതാണ് ഞങ്ങളുടെ നാടകത്തിന്റെ നോട്ടീസ്. പറഞ്ഞ പോലെ അവര് നമ്മുടെ വീട്ടിൽ വന്നപ്പം ഒരു നോട്ടീസ് തന്നില്ലായിരുന്നോ? അതവിടെ. അയ്യോ, അതില് ശിവാനി പോലുള്ള പെണ്ണിന്റെ പടമുണ്ടല്ലോ. അതെങ്ങാനും ഇവരെല്ലാരും കണ്ടു കഴിഞ്ഞോ? ദൈവമേ. വന്നില്ല. ഈ വൃത്തികെട്ടവൻ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഇവനെ ഞാൻ എടി തങ്കമണി, എടി മുത്തുമണി, അമ്മാവ, അമ്മായി, ഒന്ന് പെട്ടെന്ന് വാ. ഓ, ഇവൻ ഒരുത്തൻ. ഒന്ന് എണീക്കട അങ്ങോട്ട്. ഒന്ന് പോയേച്ചി. മുത്തുമണിയെ പറയടി തങ്കമണി. ഇത്ര പെട്ടെന്ന് രാവിലെ ആയോടി? അല്ലടി, പാതിരാത്രി തന്നെ ആടേത്. ഒന്ന് മിണ്ടായിരിക്കടി. എന്ത് പറ്റുമോളെ ഈ പാതിരാത്രി എല്ലാവരും വിളിച്ചെണിപ്പിക്കാൻ? അമ്മാവ, എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഇവനുണ്ടല്ലോ, ഇവൻ എന്നെ കയ്യും കാലും കെട്ടി വായിലെ തുണിയെല്ലാം തിരികെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കി. കിഡ്നാപ്പാ? ഇവനാ ആ കോടാലി ശരിയാ. സ്വപ്നത്തില അമ്മാവ. സ്വപ്നത്തിലാ? സ്വപ്നമല്ലേ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം. സ്വപ്നം കാണുന്നതെല്ലാം സത്യാവുന്ന് എന്റെ മനസ്സ് പറയുന്നു അമ്മാവ. അതുകൊണ്ട് അതിന് എനിക്ക് ഉറങ്ങണം. അതിന് നിങ്ങളെല്ലാരും ഇവൻ എന്നെ കിഡ്നാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവന്റെ ചുറ്റിരുന്ന് നോക്കണം. ചേച്ചി, നാളെ രാവിലെ റിഹേഴ്സൽ ഉള്ളതല്ലേ? ചവിട്ടൊന്ന് തന്നാലുണ്ടല്ലോ. ഹീറോയിൻ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് റിഹേഴ്സലാടാ. അല്ല മോളെ ശൈലു, നിന്റെ സംശയങ്ങളൊക്കെ കൊള്ളാം. നീ ഉറങ്ങുന്നതും ശരി. അതിന് ഞങ്ങളൊക്കെ എന്തിനാ ഉണർന്നിരിക്കുന്നേ? നാടകം നടക്കണമെന്നുണ്ടോ?
ഓരോരുത്തരും ഓരോ മണിക്കൂർ ഇരുന്ന പോരെ, നോക്കിക്കോളാം ചേച്ചി. എന്നെ നോക്കാതെ ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാലേ പിന്നീട് നാടകം, കമ്പനി, അയ്യോ എനിക്കൊന്നും അറിയില്ല. ഇനിയെല്ലാം നിങ്ങളുടെയൊക്കെ ഇഷ്ടം. ശരി, ഇവിടെ കാവലിരിക്കെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാനാണ് സീനിയർ. ഞാൻ തന്നെ ആദ്യം കാവലിരിക്കാം. ആ, നിങ്ങൾ ഇരുന്നു. തങ്കമണി, എടി തങ്കമണി, എന്താ മുതലാളി? ഇത്ര നേരം ഞാനിരുന്നു, ഇനി നീ കാവലിരിക്കേ. അല്ല, ഞാൻ ഇവിടെ കിടന്നിരുന്നു. പക്ഷെ നിങ്ങൾക്കെന്താ ഇവിടെ? നീ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമായി നേരെ നരകത്തിൽ വന്നു. ഞാനാണ് യമൻ, ഇവൻ ചിത്രഗുപ്തൻ, ഇവരെല്ലാം എന്റെ കിങ്കരന്മാരും. നോക്കൂ, അപ്സരസ് നടന്നു വരുന്നത് കണ്ടു. അതല്ല, നിങ്ങളെല്ലാവരും എന്തിനാ എന്റെ ചുറ്റിലിരിക്കുന്നേ? എന്താ നീ കാണിച്ചെന്നറിയോ? ഞാനെന്ത് ചെയ്തു? നീ എന്തിനാ എന്റെ മോളുടെ സ്വപ്നത്തിൽ ചെന്നത്? പാടുണ്ടോ? ഞാനോ? നീ കിഡ്നാപ്പും ചെയ്തു. കിഡ്നാപ്പോ? ശൈലു ചേച്ചി നിങ്ങളെ കണ്ട് പേടിച്ചെന്ന്. ഹലോ, എക്സ്ക്യൂസ് മീ. ആര് കണ്ട് പേടിച്ചെന്നാ? ഞാൻ പറഞ്ഞത് ഇവനെ കാണാൻ ഒരു കള്ള ലക്ഷണം ഉണ്ട്. വീട്ടിലാണെങ്കിൽ പെൺകുട്ടികളില്ലേ, അവരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടേ പിന്നീട് ചോദിക്കുമ്പോഴേ എനിക്ക് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാ നിങ്ങളടക്കം ഇവിടെ കാവലിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ ശൈലു പ്രേതത്തിനെയും ഭൂതത്തിനെയും പേടിക്കില്ല, പിന്നെയാണ് ഈ മൂദേവിയെ പേടിക്കുന്നത്. അയ്യോ, ശരി, നീയാണ് ശരി. ഞങ്ങള് പറഞ്ഞത് തെറ്റാ. ഒന്ന് ഉറങ്ങാൻ വിട്ടേക്ക്. എക്സ്ക്യൂസ് മീ, വെയിറ്റ്. എന്തുറക്കം? പോ. എല്ലാരും മുഖം കഴുകിയിട്ട് വാ, റിഹേഴ്സൽ തുടങ്ങാം. ഹലോ സീറോ, നീയും അത്ര തന്നെ. വേഗം പോയി റെഡി ആയിട്ട് വായോ. നിന്റെ അഭിനയ യോഗ്യത എന്താന്ന് റിഹേഴ്സലില് നമുക്ക് അറിയാൻ പറ്റും. ഇവളെ ഞാൻ ഇവൻ വന്നപ്പോഴേ ഇത് അവസ്ഥ, ഇനി എന്താവോ പോടോ. ആ നോട്ടീസ് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡീറ്റെയിൽസ് കിട്ടിയേനെ. ആ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് തൃശ്ശൂരിനെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയും ചെയ്യായിരുന്നു. ഈശ്വര, ആ നോട്ടീസിന്റെ മേളിൽ ശിവാനിയെ പോലുള്ള പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. അത് ആരെങ്കിലും കണ്ടാ പ്രശ്നമാവുമല്ലോ. ഒരു കാരണവശാലും ഇവിടെയുള്ളവരാരും അവളെ കാണരുതെന്ന് തൃശ്ശൂരും പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ നോട്ടീസ് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നതാ. കൊച്ചളിയ, ഇവിടെ തന്നെ ഒട്ടിയിരിക്കാൻ അതെന്താ ഗമ്മാണോ? അല്ല, അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇനി അതിവിടെ ഉണ്ടാവുമോ? ഈ വീട് തന്നെ ദിവസവും 3 പ്രാവശ്യം അടിച്ചു വരും. എവിടെ എടുത്തു കളഞ്ഞോ എന്തോ. ഇല്ല ഗോവിന്ദ, അങ്ങനെ പോകാൻ സാധ്യതയില്ല.
എന്റെ മനസ്സ് പറയുന്നുണ്ട് ആ നോട്ടീസ് ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. എന്നെ നോക്കി നിൽക്കാതെ എല്ലാരും പോയി തരേ. അന്വേഷിക്കാം, ഇപ്പൊ തന്നെ അന്വേഷിക്കാം. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്കും പോയി അന്വേഷിക്കാൻ പാടില്ലേ? ചെല്ലേ. ചേച്ചി, എന്താടാ ഇന്നലെ ഇവിടെ ബജി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോഴെന്താ ഇങ്ങനൊരു ചോദ്യം? അല്ല, ബജി എങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കയ്യിൽ പറ്റുന്ന എണ്ണ തുടയ്ക്കാൻ വേണ്ടി ഒരു പക്ഷെ അതെങ്ങനെ എടുത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ അതിനെ അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടാ? നിന്റെ ഭാര്യ നിന്നെ കളഞ്ഞിട്ട് പോയത്. അല്ല ചേച്ചി, ഈ ബജിക്കും എന്റെ ഭാര്യയ്ക്കും തമ്മിൽ എന്താ ബന്ധം? വെറുതെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ നീ ഒന്ന് പോയി നോക്കി ചെല്ല്. ശരി, ഞാൻ പോയിക്കോളാം. ദാക്ഷായണി, എന്താണ് സംഭവിക്കുന്നത്? എന്റെ കല്യാണം നടക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നല്ലോ. നീ സമാധാനമായിരിക്കും കൃഷ്ണേ. ആദ്യം നോട്ടീസ് കിട്ടട്ടെ, പിന്നെ എല്ലാം ശരിയാകും. എന്റെ ദൈവമേ, ആദ്യം നോട്ടീസ് കണ്ടുപിടിക്കണം, എന്നിട്ട് തൃശൂൽ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ കല്യാണം നടത്തണം. ഇതെപ്പോ നടക്കുവോ എന്തോ. എന്തോ കിട്ടിയോ ദിശ? എടോ കിട്ടിയോന്ന്? കിട്ടിയോന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നതിലും ഭേദം നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് നോക്കുന്നല്ലേ? ശരിയാണല്ലോ പറഞ്ഞത്. എനിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. മധു, ഈ ടേബിളിൽ വെച്ച പേപ്പേഴ്സ് എല്ലാം പോയി നീ ഇതെടുത്ത് സ്റ്റോറിലും കൊണ്ടുവച്ചോ? ഇല്ലെന്നേ. അയ്യോ, മധു, നീ ഒന്ന് പോയി നോക്കി. ശരി. ആ നോട്ടീസ് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ അയാൾ പിന്നെ എന്നെ വെറുതെ വിടില്ല. അതന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ മോൻ തൃശൂലിന്റെ കാര്യം എനിക്കറിയാനും പറ്റില്ല. എന്തപ്പോ ചെയ്യാം? ഇനി ഈ വീട്ടില് എന്തൊക്കെ സംഭവിക്കുമെന്തോ. ഈശ്വര, നീ തന്നെ കാത്തോളണേ. ദൈവം കാത്തു, ഇതെന്റെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ. വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനെ. എത്രയും പെട്ടെന്ന് കീറിക്കളയാം. നോട്ടീസ് കിട്ടിയല്ലേ? എടാ പക്രു, എവിടെടാ അവൻ? സീറോ. പോയി വിളിച്ചോണ്ടോ. ചേച്ചി, ഹീറോനെ ഇങ്ങനെ സീറോന്ന് വിളിക്കലേ അവന് സങ്കടാവൂലേ? ഓഹോ, അവനോ അതോ നിനക്കോ? അവന് തന്നെ. വന്നല്ല. ആരാടി? ഹീറോ. ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ്. എന്താണ്, റിഹേഴ്സൽ ആണോ? ഏയ്, നിങ്ങൾ രണ്ടുപേരും കോസ്റ്റ്യൂംസ് അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് അഹങ്കാരം കാണിക്കല്ലേ. വാ, വന്ന് റിഹേഴ്സൽ ചെയ്. കഥ എന്താണ്, അതിന്റെ ഉള്ളടക്കം എന്താണ്, എന്റെ റോൾ എന്താണ്, അതൊക്കെ ആദ്യം പറയേ. ഓഹോ, കൊമ്പിനേക്കാൾ കൂടുതലേ വാലിനാണ് അഹങ്കാരം. ഞാൻ ചാൻസ് തന്നതേ വലിയ കാര്യം. കഥ, ചിത്രകഥ, സംഭാഷണം എല്ലാം കേൾക്കാനുള്ള ലെവലിലേ നീ ഇനി വളർന്നിട്ടില്ല. ഒരുപാടങ്ങ് അഹങ്കരിച്ചാലേ നിന്റെ ക്യാരക്ടറിനെ കട്ട് ചെയ്തിട്ടേ നിന്നെ നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞങ്ങ് വിടും. മാഡം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്.